സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPIM-നും തിരുവമ്പാടി MLA-ക്കുമെതിരെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയതിൻ്റെ വെപ്രാളത്തിലും പരാജയഭീതിയിലുമാണെന്ന് CPIM നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ 3875 കോടി രൂപയുടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ളത് എന്നും നേതാക്കൾ അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPIM-നും തിരുവമ്പാടി MLA-ക്കുമെതിരെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയതിൻ്റെ വെപ്രാളത്തിലും പരാജയഭീതിയിലുമാണെന്ന് CPIM നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ളതെന്നും റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി സർവത്ര മേഖലയിലും മുന്നേറ്റം പ്രകടമാണെന്നും 3875 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മണ്ഡലത്തിലുണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില സംഘടനകൾ, പ്രത്യേകിച്ചും ലീഗ്, ഞങ്ങളുടെ MLA-ക്കും ഗവൺമെൻറ്റിനുമെതിരായി, ലിൻഡോ ജോസഫ് MLA-ക്കും ഗവൺമെൻറ്റിനുമെതിരായി വസ്തുതാവിരുദ്ധമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഒരു തവണയല്ല, 2 തവണയായിട്ട് ഇത് വന്നപ്പോഴാണ് അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം എന്ന് തോന്നിയത്. ഇപ്പോൾ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പൊതുവായ ഒരു ചിത്രം നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി, അതിൻ്റെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചതോടുകൂടി ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടു നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തിരുവമ്പാടിയുടെ വികസനം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വികസന പ്രവർത്തനങ്ങളുടെ വൻതോതിലുള്ള മുന്നേറ്റം കണ്ട് അവരുടെ ആളുകൾ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. LDF-നൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കും, വികസനത്തിനാണ് ജനങ്ങൾ പരിഗണന നൽകുന്നതെങ്കിൽ നിൽക്കുമെന്ന സ്ഥിതി വന്നപ്പം പരാജയ ഭീതിയിൽ അത്തരം ജാള്യതകൾ മറിക്കുന്നതിന് വേണ്ടി പിച്ചും പേയും പറയുന്ന നിലയാണ് ലീഗ് നേതാക്കന്മാരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രമാവാൻ പോകുന്ന തുരങ്കപാത, മലയോര ഹൈവേയുടെ 3 റീച്ചുകൾ, കൈതപ്പൊയിൽ അഗസ്ത്യൻമൊഴി റോഡ്, തിരുവമ്പാടി മറുപ്പുഴ റോഡ്, മണാശ്ശേരി ചുള്ളിക്കപ്പറമ്പ് റോഡ് എന്നിവ അതിൽ പ്രധാനങ്ങളാണെന്നും ഇതിൽ ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവൃത്തികൾ നിയമാനുസൃത ടെൻഡറിലൂടെ ഏഷ്യയിലെ തന്നെ സഹകരണ അത്ഭുതമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഗുണനിലവാരം, സമയബന്ധിത പ്രവൃത്തി എന്നിവയിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് സൊസൈറ്റിയെന്നും കിഫ്ബി പ്രവൃത്തികളിൽ പല പ്രവൃത്തികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് മുൻകൂട്ടി കാണാത്ത പ്രവൃത്തികൾ വരുന്നതിനാലാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. തിരുവമ്പാടി IHRD കോളേജ് 2006-ലെ VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജോർജൻ തോമസ് MLA മുൻകൈയെടുത്ത് ആരംഭിച്ചതാണെന്നും താൽക്കാലിക കെട്ടിടത്തിൽ തുടങ്ങി സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് മാറുന്നതിനായി ശ്രമിച്ച് സ്ഥലം കണ്ടെത്തിയെങ്കിലും ഗവൺമെൻറ്റും MLA-യും മാറിയതോടെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യം മുൻനിർത്തി യാത്രാ സൗകര്യമോ വികസന സാധ്യതകളോ ഇല്ലാത്ത സ്ഥലത്ത് കോളേജ് നിർമ്മിക്കാൻ അന്നത്തെ MLA-യും സർക്കാരും ശ്രമിക്കുകയായിരുന്നെന്നും 1 ഏക്കർ സ്ഥലത്ത് കെട്ടിട സ്ട്രക്ചർ ഒരുക്കിയതല്ലാതെ മറ്റൊരു സൗകര്യവും ഒരുക്കിയിരുന്നില്ലെന്നും ലിൻഡോ ജോസഫ് MLA-ആയി വന്നതിന് ശേഷമുള്ള നിരന്തര പരിശ്രമത്തിലൂടെയാണ് ഇവ ലഭ്യമാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു. 2011-ൽ UDF-ൻ്റെ ഗവൺമെൻറ് വന്നു, 2010-ൽ UDF-ൻ്റെ പഞ്ചായത്ത് ബോർഡ് വന്നു. എന്താ അവർ ചെയ്തത്? തോട്ടക്കാട് ഏറ്റവും വലിയ മല, ആ സ്വകാര്യ വ്യക്തി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാളുടെ മറ്റു ഭൂമിക്ക് വില കിട്ടാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് താല്പര്യം കൊണ്ട് മാത്രം ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയുടെ നടുക്ക് മലയുടെ ഏറ്റവും മുകളിൽ 1 ഏക്കർ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. ആ കെട്ടിടം ഉണ്ടാക്കി അവിടേക്ക് പിന്നീട് ആ ഗവൺമെൻറ് പോയി വീണ്ടും ഞങ്ങൾ വന്നപ്പോഴാണ് അവിടേക്കുള്ള റോഡ് സൗകര്യം, അവിടെ വെള്ള സൗകര്യം, മറ്റെല്ലാം ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തുണ്ടായി കൊടുത്തിട്ടുണ്ട്. തോട്ടക്കാടിനെ താഴെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, ഈ ഭൂമി കൊടുത്ത ആൾക്കാരെ താഴെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് ഇതിന്. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM നേതാക്കളായ T വിശ്വനാഥൻ, VK വിനോദ്, ജോണി ഇടശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.